ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് ദൈവം ഒരു അത്ഭുതം എന്നും എപ്പോഴും ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും അത്ഭുതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന് നന്ദി പറഞ്ഞേ. യേശുവിന് നന്ദി. ഹല്ലേലൂയ. യേശുവിന് നന്ദി. യേശുവിന് നന്ദി. ഓറാം ടൂന കഥറാം ടൂല കഥറാബസിയ യുറായിലോ ഹസം ടേന മന കസിയ റം തേനയാ കോബ്ര ലറംധുനിയ യാ ഖൗറുദുരിബി ഗസം ടേ മിഗ മന കസം ടേനാറ ദുരിബി റം തുല കസം ടൂല റം ധനാമ യാ ബ്രൈല ബൗറക്കൗറ്റുലറും തുനിയ ഫർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഹീലാവട്ടെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എന്താണെന്നറിയാം, അന്യഭാഷയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് നിങ്ങളത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ അന്യഭാഷ പറയുന്നത്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയോ? നിങ്ങളാരും വിചാരിക്കാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരുപാട് ഈ ലോകത്തിൽ കൂടുതൽ പള്ളിയിലച്ചന്മാരുണ്ട്, കറുത്ത ലോകിയിട്ട അച്ഛന്മാരുണ്ട്, വെള്ളക്കുപ്പായിട്ട പള്ളിയിലച്ചന്മാരുണ്ട്, ചുമന്ന കുപ്പായിട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ വന്നൊക്കെയാണ് പഠിച്ചതും വളർന്നതും, അവരുടെ കൂടെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഫാമിലി ഒരു യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. അതായിരുന്നു ആ ഒരു മതമാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. പക്ഷേ അവരെല്ലാവരും അതിശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന അച്ഛന്മാരെ എനിക്കറിയാം, ഫാദർമാരെ എനിക്കറിയാം. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു സമാധാനം കിട്ടിയത് എങ്ങനെയാണെന്നറിയാം? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് കിട്ടിയത്, ഞാൻ ഇങ്ങനെ ഒരു വാക്യം വായിച്ചു, 120 പേരുടെ മേൽ തീനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? അഭിഷേകവും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ട്, എനിക്കറിയാം. ആഗ്രഹമുള്ളവരുണ്ടാവും. ചിലവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഹല്ലേലൂയ. പക്ഷേ ഞാനൊരു സത്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഞാൻ ഇത്രയും പള്ളിയിലച്ചന്മാരെയും തിരുമേനിമാരെ അരമനയിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. അവരുടെ കൂടെയൊക്കെ ഞാൻ ഒരുപാട് അങ്ങനെ ഒരുപാട് എന്താ പറയുക, എനിക്ക് എക്സ്പീരിയൻസും അനുഭവങ്ങളും എനിക്കുണ്ട്. ഒരുപാട് കുട്ടികളുടെ കൂടെ ഞാൻ വളർന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടി, ചെറുപ്പം മുതലേ കിട്ടി. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫെയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. പക്ഷെ ഞാൻ അവിടെ നിന്നല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയ എന്താണെന്നറിയോ? ഞാൻ ദൈവത്തോടുള്ള സംസാരമാണ്. എനിക്ക് ആ 120 പേരുടെ മേൽ കിട്ടിയ അഭിഷേകം. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള സംസാരം. ലിബി റെയിൻ ടേല ബറാം തുനിയ യാ ഖാദുരി ഹസം ടേ കബ്ര കറ്റലമ യാ ബ്രെയിൻ യാ ഹുസം ടേന കഥറലറബ യു ബ്രീൻ ഹേസം ടേലറോൻ തോനിയ ഫെയർ ഹോളി സ്പിരിറ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ഹീൽ ജീസസ് നെയിം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സന്തോഷം എനിക്കുള്ളത് എന്താണെന്നറിയോ? എനിക്ക് ദൈവത്തോട് സംസാരിക്കുന്നതാണ്. ഞാൻ ദൈവത്തോട് സംസാരിച്ച അന്ന് ഉപവസിച്ചിട്ടാണ് ദൈവം എനിക്ക് അന്യഭാഷ കിട്ടിയത്. ഹല്ലേലൂയ. അന്യഭാഷ. എല്ലാവരും അന്യഭാഷയെ പറ്റി കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പത്രക്കാർ. എനിക്ക് ദൈവം ഒരുപാട് അത് കിട്ടാൻ എത്ര പാടാണെന്നറിയാം. ഹല്ലേലൂയ. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ദൈവത്തോട് ആഗ്രഹിച്ച് മേടിച്ചതാണ് അന്യഭാഷ. ഇപ്പോൾ അന്യഭാഷ കിട്ടി എത്ര പേര് എത്രമാത്രം അവർ ചോദിച്ചിട്ടായിരിക്കും അവർക്ക് കിട്ടിയേക്കണമെന്നറിയോ? എന്നിട്ടാണ് നിങ്ങളെ ഇത് കിട്ടാത്തവർ കളിയാക്കുന്നത്. ഹല്ലേലൂയ. ജീസസ്. ഒരിക്കലും നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങളത് കിട്ടാൻ നോക്കണം. ഹല്ലേലൂയ. നിങ്ങൾ വെള്ള കുപ്പായിട്ടെന്ന് പറഞ്ഞിട്ടോ, കറുത്ത കുപ്പായിട്ടിട്ടോ, അല്ലെങ്കിൽ തൊപ്പി വെച്ചിട്ടോ, ഹല്ലേലൂയ, ഇതിലൊന്നുമല്ല കാര്യമുള്ളത്. നിങ്ങൾ എത്ര സ്റ്റൈല് കാണിച്ചോ അതല്ല. പക്ഷേ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാൻ, നിങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് സത്യം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ.
ഇങ്ങനെ ഇങ്ങനെ എനിക്ക് സമാധാനത്തോടെ പറയാൻ പറ്റുന്നില്ല. എൻ്റെ മേലെ വന്നൊരു തീ വന്ന് അടിക്കുക. ഇത് ഞാനിങ്ങനെ അഭിഷേകത്തിനെ പറ്റി പറയുമ്പോണ്ടല്ലോ, ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഞാനിത് എൻ്റെ ഉള്ളിൽ എൻ്റെ തലയ്ക്കകത്തൊക്കെ ഇങ്ങനെ കത്തുവാണ് ഞാനത് പറയുമ്പോൾ. ഹല്ലേലൂയ. റീനാമ സം ടീല റാം തൂനിയ യഖാ ദുരിബിക സം ടേ ഖബ്ര യോ ബ്രേനിയ ഹസം ടീല ഖതരാമ യാ ബ്രേ ഖബ്ര കറ്റലാമ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ദൈവവുമായിട്ടുള്ള സംസാരം അത് പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം നമ്മുടെ നാവിൽ എനിക്ക് ഒരു 100-ന് മേളിൽ അന്യഭാഷയിൽ എനിക്ക് അത്രയും ഭാഷകൾ എൻ്റെ മാറി വന്നിട്ടുണ്ട്. 100, 110 ഒക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ. ദൈവത്തോട് ഞാനിങ്ങനെ നിരന്തരം എനിക്ക് മനുഷ്യരില്ല സംസാരിക്കാൻ, സത്യമായിട്ടും ഇല്ല. എൻ്റെ നാട്ടുകാരെന്നെ വെറുത്തു. കാരണം ഞാനെപ്പോഴും കഞ്ചാവിന് അടിമ, അതുപോലെ തന്നെ MDMA അടിമ. എനിക്ക് എൻ്റെ ആ സമയത്തുള്ള ഉണർവ്, ഈ അഭിഷേകം ഇല്ലാത്ത സമയത്തുള്ള എൻ്റെ ഉണർവ് എന്താണെന്നറിയോ? എൻ്റെ ഉണർവ് MDM ആയിരുന്നു. അതടിച്ചാലേ ഞാൻ ഓണായിട്ട് നിൽക്കത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് രാത്രിയിൽ എനിക്ക് ഇതൊന്നും അടിക്കണ്ട. എനിക്ക് മദ്യമോ അല്ലെങ്കിൽ MDMO, കഞ്ചാവോ, ബീഡിയോ, ദിനേശ് ബീഡിയോ, സിഗരറ്റോ ഇതൊന്നും അടിക്കേണ്ട കാര്യമില്ല. ദൈവത്തോട് സംസാരിക്കാൻ എനിക്ക് എപ്പോഴും അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി കൂടെ നടക്കണമെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആദ്യം ഒന്ന് ഉപവാസം എടുക്കണം. ഹല്ലേലൂയ. ഞാൻ 21 ദിവസവും ഫുള്ള് ഇരുന്നപ്പോഴാണ് എനിക്ക് 7-ാം ദിവസമാണ് കിട്ടുന്നത്, അഭിഷേകം കിട്ടുന്നത്, ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത്. എപ്പോഴും ഞാൻ എന്നോട് ഒരു അഭിഷേകം പറഞ്ഞു തന്നു, എപ്പോഴും രക്തം ചെയ്യുമെന്ന് പറഞ്ഞു തന്നു. എനിക്ക് ഇങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ രക്തം ചെയ്യുന്നു തന്നെ പറഞ്ഞ് ദൈവം എൻ്റെ വായിൽ രാത്രി ഞാനിങ്ങനെ ഒരു പ്രാന്തനെ പോലെ നടന്നു. എനിക്ക് അഭിഷേകത്തിന് വേണ്ടി രാത്രി 2 മണിക്കും 3 മണിക്കും ഞാനിങ്ങനെ ഇറങ്ങി നടക്കുക. ഹല്ലേലൂയ ജീസസ്. ആ സമയത്തൊരു 1 മണി 1:30 രാത്രി 1:30 ആയപ്പോൾ എനിക്ക് അഭിഷേകം കിട്ടുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ ഫയർ. പിന്നെ അന്ന് മുതലാണ് ഞാൻ ഒരു 3 വർഷമായിക്കാണ് ഞാനിപ്പോൾ അഭിഷേകം പ്രാപിച്ചിട്ട്. അന്ന് മുതലാണ് ഞാൻ എന്ത് ചെയ്തത്, എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫിലൊരു സന്തോഷം വന്ന് എന്നെ ശത്രുവിന് തൊടാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോഴും ഒരുപാട് കേസുകളുണ്ട്. ഹല്ലേലൂയ, കേസുണ്ട് എനിക്ക്. കാരണം ഞാനൊരു എനിക്ക് ആ സമയത്ത് എന്നെ ഭരിച്ചിരുന്നത് പൈശാചിക സ്പിരിറ്റായിരുന്നു. എന്നെ ഭരിച്ചിരുന്നത് ഡിപ്രഷനായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കൂടെ നടക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എനിക്ക് ആത്മീയ മണ്ഡലത്തിൽ തുറക്കാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹീലാവും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹമായി മാറും, തലമുറകൾ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഹല്ലേലൂയ. എനിക്കൊരു സഭയിടണം, അനേക പേർക്ക് അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് അവരെ പുറത്ത് കൊണ്ടുവരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ. ദൈവം അത് നടത്തും, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങൾ ദൈവം സെറ്റ് ചെയ്ത് തരും. എനിക്ക് സെറ്റ് ചെയ്ത് തന്ന സമയത്ത് ചില സ്ത്രീകൾ എന്നെ ആഗ്രഹിച്ച്, എൻ്റെ അഭിഷേകത്തെ കണ്ട്, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളെ കണ്ട് ആഗ്രഹിച്ച് അവരെന്ത് ചെയ്തു, എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവരും ശുശ്രൂഷകരായി മാറുക. അപ്പോൾ അവർക്ക് അവരുടെ നാട്ടിലേക്ക് എന്നെ അടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെ എനിക്ക് വന്ന ഒരുപാട് എതിരുകളുണ്ട്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമെന്ന് പോലും എനിക്കറിയില്ല. അതുപോലെ ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാനിട്ട സഭയിൽ വന്നുകൊണ്ടിരുന്നത് തട്ടവിട്ടവർ വന്നുകൊണ്ടിരുന്നു, ചന്ദനം തൊട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരുന്നു. ഞാൻ അവരെല്ലാവർക്കും വേണ്ടി പ്രെയർ ചെയ്തു. അവർ പറയും, മോനെ കാണുന്നത് തന്നെ ഞങ്ങൾക്കൊരു അത്ഭുതമാണെന്ന് പറയും. ആ വീട്ടിൽ നിന്ന് വരാൻ ചിലപ്പോൾ തടസ്സം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ ചർച്ചിൽ വന്ന് വിടുതൽ പ്രാപിക്കുന്നത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഹല്ലേലൂയ. അവർ ഭയങ്കര അത്ഭുത സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹീലിംഗ് അതുപോലെ നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അപ്പോഴും ഏലിയാവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് എന്താണെന്നറിയോ? ഒരു സ്ത്രീ മുഖേനയാണ്. ഹല്ലേലൂയ. ഇപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നത് പല സ്ത്രീകളാണ്. എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ അവർ ഉപദ്രവിക്കുന്നത്? അവർക്ക് എന്നെ കിട്ടണം. ഹല്ലേലൂയ. ഒരിക്കലും അവർക്ക് ദൈവം എന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത്ര ഒരു ദൈവമായിട്ട് കണക്ഷനുള്ള വ്യക്തിക്ക് മാത്രമേ എന്നെ കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ എന്നെ കർത്താവിനായിട്ട് ഞാൻ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുന്നൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ.
ജീസസ് എന്ത് എന്നെ കിട്ടാൻ വേണ്ടി കുറേ സ്ത്രീകൾ ഉപവസിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ, ജീസസ് ഇൻ ദ ഫെയർ. പക്ഷെ ഞാൻ അതൊന്നും എന്താ പറയുക, ദൈവം എന്നോട് സംസാരിക്കണം. കാരണം ദൈവം എൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരാലും ഒറ്റപ്പെട്ട് റൂമിൽ ഇങ്ങനെ നിന്ന സമയത്ത്, ഹല്ലേലൂയ, വലിയ ആക്സിഡൻ്റായി നിന്ന സമയത്ത് യേശു എല്ലാവരാലും തള്ളപ്പെട്ടു. എൻ്റെ വീട്ടുകാർ, നാട്ടുകാർ എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞ സമയത്ത് യേശു എൻ്റെ അടുത്ത് ഇറങ്ങി വന്നൊരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ യേശുവിനെ ഒരിക്കലും, എൻ്റെ ഫ്രണ്ട് എപ്പോഴും എൻ്റെ യേശു തന്നെയാണ്. ഹല്ലേലൂയ. ആ ഹോളി സ്പിരിറ്റാണ് എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത്. ഫയർ ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. ഹല്ലേലൂയ. Orantama zina hasamtena la dharaba sinkela ramtunia magudiri hasamtena ba ramtuli karamtunia ya brela samte karamtunia. എനിക്ക് ഭയങ്കര ഒരു മനസ്സാണ്. എന്ന് വെച്ചാൽ എന്നെ ഉപദ്രവിക്കുന്നവരെ എനിക്ക് വേണമെങ്കിൽ അവരെ വെട്ടി പ്രാർത്ഥിക്കാം, അവർ സ്പോട്ടിൽ തീർന്നു പോകും. എനിക്ക് അത്ര അധികാരമുണ്ട്. പക്ഷെ ഞാൻ എന്നാലും അവരോട് ക്ഷമിക്കുക. ഞാൻ കൽപ്പിച്ചാൽ അവർ സ്പോട്ടിൽ തീരുമെന്ന് എനിക്കറിയാം. എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് സ്പോട്ടിൽ തീർക്കാൻ എനിക്കറിയാം. പക്ഷേ പണ്ട് ഞാൻ അതുപോലെ നടന്ന വ്യക്തി, ആരെയും ഭയമില്ല. എന്നെ പിശാച് കൊണ്ടു നടന്നൊരു സമയമുണ്ടായിരുന്നു, ലഹരി കൊണ്ടു നടന്നൊരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയുകയാണ്, ലഹരി ഉപയോഗിക്കുന്ന എല്ലാ കൊച്ചുമക്കളോടും വലിയവരോടായാലും ഇന്ന് എനിക്ക് ഒരു വലിയ സങ്കടം ഉണ്ടായി. എന്താണെന്നറിയോ? ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു കുട്ടി, അവരൊരു കടൽ കാണാൻ വന്നിരിക്കുക. കടൽ കാണാൻ വന്ന സമയത്ത് ഒരു മുസ്ലിം ഫാമിലിയാണ്. ഹല്ലേലൂയ. ആ ഇക്കാരുടെ അടുത്തേക്ക് കൊച്ച് ഓടി വന്നു, ഒരു കുഞ്ഞു കൊച്ച്, ഒരു 4 വയസ്സുണ്ടാവും. ആ കുഞ്ഞ് ഓടി വന്ന് ആ കടൽ കണ്ട സമയത്ത് ആ കുഞ്ഞിൻ്റെ ഹൃദയം സന്തോഷിച്ചു. അപ്പോൾ ആ കുഞ്ഞ് ഓടി ആ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന സമയത്ത് അച്ഛൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ അച്ഛൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു മന്ത്രവാദത്തിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ അച്ഛൻ്റെ ലഹരി എന്ന് പറയുന്നത് സിഗരറ്റാണ്. ഹല്ലേലൂയ. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൊച്ച് ആഗ്രഹിച്ച സമയത്ത് ആ സ്നേഹം ആ അച്ഛന് കൊടുക്കാൻ പറ്റിയില്ല. ആ അച്ഛൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ മാറ്റി വിട്ടു. ആ അച്ഛൻ ചിന്തിച്ചത് എന്താണ്? അയ്യോ, ഞാൻ കാരണം ഈ കൊച്ച് എന്ത് ചെയ്യരുത്, ഈ പുകയടിച്ച് കയറ്റരുത്. ഹല്ലേലൂയ. പക്ഷെ ആ അച്ഛൻ ഈ ലഹരിക്ക് അടിമയായിരിക്കുകയാണ്, സിഗരറ്റിന് അടിമയായിരിക്കുകയാണ്, പുകയിലേക്ക് അടിമയായിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടോ. ആ കുഞ്ഞിന് സന്തോഷമുള്ള വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഡിപ്രഷനുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കടൽ കാണാൻ വന്നത്. പക്ഷേ ആ സ്നേഹമുള്ള സമയത്ത് ബാപ്പ എന്ന് വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ ആ കുഞ്ഞിനെ ഒന്ന് തലോടാനോ ആ അച്ഛന് പറ്റുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം കിട്ടേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞേ, ആഗ്രഹിക്കുമ്പോൾ കിട്ടും. ആ ഒരു സീസൺ തുറന്നെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടുന്നൊരു സീസൺ കർത്താവ് ഇന്ന് തുറന്നു തന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ആഗ്രഹിക്കുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരുണ്ടായിരിക്കണം? ഹോളി സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളെപ്പോഴും എനിക്ക് വിടുതൽ കിട്ടണം. നോ, അതല്ല മക്കളെ. നിങ്ങൾ ആദ്യം അഭിഷേകം പ്രാപിക്കണം, ദൈവത്തോട് നിരന്തരം സംസാരിക്കണം, ഒരു ഉണർവായി മാറണം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. രക്തം ജയം പറഞ്ഞ് തന്നെ കയറണം. ഹല്ലേലൂയ. പിന്നെ ഒരിക്കലും ദൈവം നിങ്ങളുടെ അടുത്തുനിന്ന് പോകുന്ന ദൈവമല്ല പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ കറുത്ത ലോകയിട്ടിട്ടോ വെള്ള ലോകയിട്ടിട്ടോ എന്ത് കാണിച്ചത്, എത്ര കുരിശും തൂക്കി നടന്നിട്ടോ കുരിശായിട്ട് മല കയറിയിട്ടോ, നോ. ഹല്ലേലൂയ. എവിടെ പോയെന്ന് പറഞ്ഞിട്ടും കഥയില്ല. പക്ഷെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ട് പോയി നോക്കിക്കേ, അത് നിങ്ങൾ കാല് ചവിട്ടുന്നിടം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടും. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ കാല് ചവിട്ടിയ സ്ഥലമെല്ലാം എൻ്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. അവിടെ പിശാചിന് അധികാരമില്ല, അവകാശങ്ങളില്ല. എന്നെ തേടി അനേക അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പാസ്റ്റർമാരും ഫാദറും ഇവരെല്ലാം ഇങ്ങനെ ഇരിക്കുക, എന്നെ തേടിയിരിക്കുക. ഈ മോനൊന്ന് എൻ്റെ അടുത്ത് എന്നെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ. അനേക പേര്, അനേക രാജ്യങ്ങൾ എന്നെ തേടി എന്നെ കാത്തിരിക്കുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ.
യേശുവെ നന്ദി കർത്താവേ. അല്ലേ, ഞാനിതെല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം വിഷനാണ്, ഇതെല്ലാം കാണിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നീയൊന്നുമല്ല എന്നെ കാണിക്കുന്നത്. അസൂയക്കാർക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, മന്ത്രവാദികൾക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇത് കാണിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. നിങ്ങളും ആ ഒരു ലെവലിലേക്ക് തന്നെ കയറണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഉയർത്താനാണ് പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യുന്നത്. എനിക്ക് വന്ന പ്രതികൂലം, നിനക്ക് വന്ന പ്രതികൂലം എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ ഫുള്ള് പോസിറ്റീവായിരിക്കണം. അതൊരു വലിയ കാര്യമാണ്. നെഗറ്റീവ് ചിന്താഗതി ഒന്നും നമുക്ക് നേടിത്തരത്തില്ല. നെഗറ്റീവ് കേട്ടാലൊന്നും നേടിത്തരത്തില്ല. നെഗറ്റീവ് ചിന്താഗതിയും നെഗറ്റീവ് കേൾക്കലും നെഗറ്റീവ് പറച്ചിലും ഇതൊന്നും നമുക്കൊന്നും നേടിത്തരത്തില്ല, ഉറപ്പാണ്. അടുത്ത വിഷൻ, അടുത്ത ദർശനം. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. റീനിമിക സംഠേന ധരം തൂനിയ ലേഖാതുരി ഹസം ഠേഖ ബ്രാക്കറ്റലാമ യാബ്രാൻറ്റാമ സിൻഖ്രൈൻ ടൂനിമി യോ ബ്രൈലൊക്കു സം ഠേഖ റംഥലബ യാ ബേല ബ്രം ടൂനിമിക സം ഠേഖ തരബല യാ ബ്രോലിയ റംഠീനിമിക സം ഠേന. ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. യേശു മാത്രം, യേശു മാത്രം മതിയെന്ന് നിങ്ങൾ പറയണം. ഹല്ലേലൂയ. യേശു മാത്രം. ഹല്ലേലൂയ. ലോകം അവൻ്റെ കയ്യിലാണ്. ഈ ലോകമില്ലേ, ഈ ലോകം ഹോളി സ്പിരിറ്റ്, ഈ ലോകം അവൻ്റെ കയ്യിലാണ്. അത് മനസ്സിലാക്കണം. യേശുവെ നന്ദി പറഞ്ഞേ. യേശുവെ നന്ദി. നിങ്ങളെൻ്റെ വീഡിയോസ് ഇങ്ങനെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇല്ലേ, നിങ്ങൾക്കും ആ ഒരു അഭിഷേകത്തിലേക്ക് നിങ്ങൾക്ക് ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റും. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്നുണ്ട്, എനിക്കറിയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. എൻ്റെ വാക്കുകൾ ഭയങ്കര പവറുണ്ട്, എൻ്റെ മെസ്സേജുകൾ ഭയങ്കര പവറുണ്ട്. എന്ന് വെച്ചാൽ അഭിഷേകമുള്ള ഒരു വ്യക്തിയുടെ മെസ്സേജ് ഭയങ്കര പവറുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ പറ്റി ഭയങ്കര വാർത്തകളൊക്കെ ഇട്ടു, പക്ഷേ ഒരു തെളിവുമില്ല. ഞാൻ മെസ്സേജ് അയച്ചതായിട്ടൊരു തെളിവില്ല. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. ഞാൻ സംസാരിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല. എൻ്റെ സഭയെ, അവർ തന്നെയാണ് എൻ്റെ സഭയെ പൂട്ടിച്ചത്. ആ സഭയിൽ അനേക പേര് വന്ന് രക്ഷിക്കപ്പെടുന്നു, സ്ഥാനപ്പെടുന്നു. ഹല്ലേലൂയ. അനേക പേര് വന്ന് രക്ഷിക്കപ്പെട്ടും സ്ഥാനപ്പെട്ടും കൊണ്ടിരുന്ന ആ സഭയിലേക്ക് ഇവർ വന്ന്, ഹല്ലേലൂയ, ഇവർ ആഗ്രഹിച്ചത് എന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ അവർക്കൊരു ശുശ്രൂഷിക്കാൻ ഒരു അവസരം കൊടുത്തു സഭയിൽ വന്നപ്പോൾ. അപ്പോൾ ദൈവം അവരെ ഉപയോഗിച്ചു. അവർ തൊട്ടപ്പോൾ ചില വ്യക്തികൾ താഴെ പോയി, ഭൂതകളായിപ്പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കണ്ടപ്പോൾ അവർക്ക് എന്നെ സ്വന്തമാക്കണമെന്ന് അവർക്ക് ചിന്താഗതി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരും ഉപയോഗിക്കാൻ പറ്റും. ദൈവത്തിന് എല്ലാ വ്യക്തികളും ഉപയോഗിക്കാൻ പറ്റും. ഏത് വ്യക്തികളെയും. ഫയർ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. അതിന് ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കുകയല്ല ചെയ്യേണ്ടത്. വിധിച്ചാൽ ഒരിക്കലും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്. വിധിയല്ല. വിധിയിൽ ഒരിക്കലും നമ്മൾ വിധിച്ചുകൊണ്ടല്ല. പ്രെയർ ചെയ്യണം. പ്രെയർ പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറയുക, എന്നെ ഉപയോഗിക്കണോ അപ്പാ, ഉപയോഗിക്കണേ ഇനിയും എന്നെ. നിങ്ങൾ പാടണം. ഹല്ലേലൂയ. ഉപയോഗിക്കാൻ ദൈവത്തോട് പറയണം. ഹല്ലേലൂയ. ജീസസ് ഇൻ ദ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. അല്ലാണ്ട് നമ്മൾ അസൂയയായിട്ട് അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും കണക്കിടേണ്ടത്. ഹല്ലേലൂയ. എനിക്ക് നിന്നെ വേണം, അങ്ങനെ ഒരിക്കലും പറയരുത്. ഹല്ലേലൂയ. എനിക്ക് നിന്നെ വേണം. അതല്ല നീ പറയേണ്ടത്, എനിക്ക് യേശുവിനെ വേണം. നീ യേശുവിനെ ചോദിച്ചാൽ എത്രമാത്രം തരുമെന്നറിയോ? ഹല്ലേലൂയ. യേശുവിനെ ചോദിക്കണോ? യേശുവിനെ ചോദിക്കണ്ടേ. ഈ ലോകത്തിലുള്ള മനുഷ്യരെ അല്ല ചോദിക്കണ്ടേ, സ്വത്തല്ല ചോദിക്കണ്ടേ. ഇതൊന്നുമല്ല, എനിക്ക് യേശുവിനെ വേണം. ഫയർ ഹോളി സ്പിരിറ്റ്. യേശുവിനെ ചോദിച്ചാൽ എല്ലാം കിട്ടും. ഹോളി സ്പിരിറ്റിനെ ചോദിക്കുക. ഞാൻ ഇതേവരെ ഒന്നും ചോദിച്ചിട്ടില്ല.
ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത് യേശുവിനെ മതി. എനിക്ക് ഹോളി സ്പിരിറ്റ് മതി. എനിക്ക് ഹോളി സ്പിരിറ്റാണ് വേണ്ടത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ താമസിക്കുന്നതും ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി ഇതെല്ലാം ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ട് തന്നൊന്നും അല്ല, ദൈവം തന്നെ തന്നതാണ്. ഹല്ലേലൂയ. എന്നെ ദൈവം ഇപ്പോഴും പണിത് നല്ല അടിപൊളിയാക്കി എന്നെ പണിതിറക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാനിപ്പോഴും ദൈവത്തോട് ഗിഫ്റ്റുകളാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഞാനൊന്നും അല്ല. എനിക്ക് ഹോളി സ്പിരിറ്റാണ് വേണ്ടത്. നിങ്ങൾ അങ്ങനെ എന്ന് പറയുന്നോ അപ്പോൾ നിങ്ങൾ അടുത്തൊരു മണ്ഡലത്തിൽ നിങ്ങൾ പിടിക്കും. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ അടുത്ത മണ്ഡലത്തിൽ കയറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു ആത്മീയ മണ്ഡലമുണ്ട്. ആ ഒരു മണ്ഡലം എനിക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ആ മണ്ഡലത്തിൽ കയറിയാൽ നിങ്ങൾക്ക് സ്വയമേ എല്ലാം വന്നുകൊണ്ടേയിരിക്കും. ഓ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ് നെയിം. യേശു നാമത്തിൽ ഹീലാവട്ടെ. ഫയർ ഹോളി സ്പിരിറ്റ്. യുബ്രീനിയ സെംറ്റേനിയ ഓറം ടൂല തറ ഹസംറ്റേല റാംതൂനിയ. ഫയർ. എനിക്ക് യേശുവിനെ വേണം. എനിക്ക് അഭിഷേകം വേണം. എനിക്ക് ദൈവത്തോട് സംസാരിക്കണം. എനിക്ക് സംസാരിക്കണം. ഹല്ലേലൂയ. രക്തം ജയം ഞാൻ പറയും. രക്തം ജയം. നിങ്ങൾ അടുത്ത അഭിഷേകത്തിൽ കയറണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹോളി സ്പിരിറ്റ് അതാണ് ആഗ്രഹിക്കുന്നത്. ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്, ഹീൽ ജീസസ്. നിങ്ങളെന്ന് പറയുന്നു ഈ നിമിഷം തന്നെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. എന്നിട്ട് ഉപവസിക്കുക. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഓ ഫയർ ഹോളി സ്പിരിറ്റ്, ടച്ച് ഹോളി സ്പിരിറ്റ്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് കയറി വരണം. കടബാധ്യതയൊക്കെ നിസ്സാര ടൈമിൽ പൊട്ടിപ്പോകുന്നു. ഓ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരിച്ചു വരും. ഹല്ലേലൂയ. ഓ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് കയറി വാ. അഭിഷേകം പ്രാപിക്കുക. 70 വയസ്സായാലും കുഴപ്പമില്ല. എനിക്ക് അഭിഷേകം വേണം. എനിക്ക് അഭിഷേകം ഇല്ലെങ്കിലും കുഴപ്പമില്ല. രക്തം ചെയ്യും. എനിക്ക് കിട്ടിയേ പറ്റൂ. മേടിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും സഭകളിൽ പോയിരുന്നു വേണം അഭിഷേകം പ്രാപിക്കാൻ. ഹല്ലേലൂയ. ദൈവദാസന്മാരുമായിട്ടുള്ള കണക്ഷൻ ഞാൻ ഇതിൽ തന്നെ ഞാൻ കണക്റ്റ് ആക്കാം. നിങ്ങൾക്ക് അഭിഷേകം കിട്ടും. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഹല്ലേലൂയ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ കൂടിയോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു അഭിഷേകത്തിലേക്ക് കയറാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടച്ച് ഹോളി സ്പിരിറ്റ്. ദൈവം അങ്ങനെ ഒരു ലെവലിലേക്ക് എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു അഭിഷേകത്തിൻ്റെ ലെവൽ, നിങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്ന ഒരു ലെവൽ കർത്താവ് തുറന്നു തരുമെന്ന് തന്നെ കർത്താവിനോട് പറയുന്നു. ഒരു നദി നിങ്ങളുടെ അടുത്തേക്ക് ഒഴുകി വരുന്നത് പോലെ നിങ്ങൾക്ക് തുറന്നു വരും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങൾ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഓക്കെ.